പ്രോപ്പറായിട്ടും ചിട്ടയ രീതിയിൽ കൊണ്ടുപോയാൽ മാത്രമേ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഭക്ഷണ രീതിയിൽ ഉദ്ദേശിക്കുമ്പോൾ ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രമേഹം വന്നു കഴിഞ്ഞിട്ട് തന്നെ എല്ലാവർക്കും ഒരു തെറ്റായ ധാരണയുണ്ട്, ഭക്ഷണം കഴിക്കാനേ പാടില്ല, അല്ലെങ്കിൽ അവർ ഭക്ഷണം കഴിക്കാതിരിക്കും അല്ലേ. ആദ്യം കുറച്ച് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ചെയ്യുന്നതാണ് ആദ്യം ഭയങ്കര ഓവറായിട്ട് അവർ കോൺഷ്യസ് ആയിട്ട് അവർ ഭക്ഷണം തീരെ എന്താ പറയുക കഴിക്കാത്ത അവസ്ഥയിലേക്ക് വരും. അത് തെറ്റാണ്. ഒരു സാധാരണ ഒരാൾ ഫോളോ ചെയ്യേണ്ട അതേ ഭക്ഷണ രീതി തന്നെയാണ് ഇവരും ഡയബറ്റിക് ആൾ ഫോളോ ചെയ്യുന്നത്. ചെറിയ മാറ്റങ്ങൾ നമ്മൾ ആ മാറ്റങ്ങൾ മനസ്സിലാക്കി ഇപ്പോൾ ഒരു ഡയബറ്റിക് ഒരു വീട്ടിൽ ഒരാൾ ഡയബറ്റിക് ആണെന്ന് ഒരു പ്രത്യേകതരം ഡിഷസ് അല്ലെങ്കിൽ അവർക്ക് പ്രത്യേകതരം മെനു പ്ലാൻ ചെയ്യണം. സാധാരണ വീട്ടിലുള്ളവർക്ക് പ്ലാൻ ചെയ്യണം. അതേ തന്നെ ഈ ഡയബറ്റിക് പേഷ്യന്റും കൊണ്ടുവന്നെങ്കിൽ ചെറിയൊരു മാറ്റങ്ങൾ വരുത്തുന്നത് കുടുംബത്തിലുള്ളവർക്ക് നല്ലതാണ്. അവർക്കും ഭാവിയിലെ അസുഖം വരാതിരിക്കാൻ നോക്കാവുന്ന മാറ്റങ്ങളെ പറയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും എന്തൊക്കെയാണ് ഭക്ഷണ രീതിയെ കുറിച്ച് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ഒന്നായിട്ട് പറഞ്ഞുതരാൻ പറ്റും. ഞാൻ പറഞ്ഞതിനേക്കാൾ നല്ലത് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഭക്ഷണ രീതിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്. പ്രമേഹ രോഗിയിലാണ് ഫസ്റ്റ് അറിയാം മധുരം ഒഴിവാക്കാന്നുള്ളത് അറിയാമല്ലോ. ഒരാളെ ഡയബറ്റിക് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മധുരം എന്തായാലും ഒഴിവാക്കണം. അതിനൊപ്പം തന്നെ നമുക്ക് മധുരം മാത്രമല്ല ഈ എണ്ണ പലഹാരങ്ങൾ, കൊഴുപ്പിന്റെ നിയന്ത്രണം, ഫുഡിന്റെ നിയന്ത്രണം അതിനൊപ്പം വരണം. കാരണം ഡയബറ്റീസിനൊപ്പം തന്നെ ട്രിഗർ വരുന്നത് ബ്ലഡ് സിസ്റ്റം പോലെ വരുന്ന ഒരു അസുഖമാണ് കൊളസ്ട്രോൾ, BP. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കോംപ്ലിക്കേഷൻസ് വരാനുള്ള ചാൻസ്, ഈ കണ്ണിനെ എഫക്ട് ചെയ്യാനും ഹാർട്ടിനെ എഫക്ട് ചെയ്യാനും കിഡ്നി എഫക്ട് ചെയ്യാനും നെർവ്സിനെ ഡാമേജ് ചെയ്യുന്ന ചാൻസസ് അവിടെ വീണ്ടും കൂടുതലാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും ഡയബറ്റീസ് പലഹാരങ്ങൾ, വറുത്തത്, പൊരിച്ചത്, ബേക്കറി ഐറ്റംസ്, പിന്നെ ഇതെല്ലാം നിയന്ത്രിച്ച് കൊണ്ടുവരണം. അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എടുക്കുന്നത്. പിന്നെ ഒന്ന് പറഞ്ഞാൽ ഗോതമ്പ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നിട്ട് കാര്യമില്ല. ഒരു പ്രമേഹ രോഗി ഗോതമ്പ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ, അരി കഴിക്കാൻ പാടില്ല. അതുകൊണ്ട് അവർ കുറേ കാലം ദിവസവും രാത്രി ഗോതമ്പ് ദോശയോ അല്ലെങ്കിൽ ചപ്പാത്തി കഴിച്ചോളൂ. കാരണം ഈ പ്രമേഹം നമ്മുടെ ജീവിതകാലമുള്ള അസുഖമാണ്. ഇന്ന് വന്ന് നാളെ പോണതല്ല. അപ്പോൾ കുറേ ആകുമ്പോൾ അവർക്ക് മടുപ്പ് തോന്നിയിട്ട് അത് കഴിക്കുന്ന കുറേ എന്തായാലും മടുപ്പ് തോന്നും. ഉറപ്പാണ്, മനുഷ്യന്മാരാണ്. എന്നും ഗോതമ്പ് ദോശ അല്ലെങ്കിൽ ചപ്പാത്തി കഴിച്ച മടുപ്പ് തോന്നി ഏറ്റവും മോശം ഡയറ്റിലേക്ക് എത്ര കാലം അവർ ചെയ്ത കൺട്രോൾ ചിലപ്പോൾ മടുപ്പ് തോന്നി അവർ ഏറ്റവും മോശം ഡയറ്റിലേക്ക് പോയിട്ട് ആ കൺട്രോൾ എല്ലാം പോകുന്നത് അവസ്ഥയിലേക്ക് കാണുക ചെയ്യും. അതുകൊണ്ട് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഗോതമ്പിനെ കഴിക്കാൻ യാതൊരു നിർബന്ധമില്ല. നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം. അരിയായാലും ഗോതമ്പായാലും ചോറയായാലും കുഴപ്പമില്ല. പക്ഷെ കഴിക്കുന്നതിന്റെ അളവ് ശ്രദ്ധിക്കാൻ പറ്റില്ല. ഹെവി ലോഡ് കൊടുക്കുന്നതില്ല. പൊതുവെ 3 നേരം വയറ് നിറച്ച് കഴിക്കുന്ന ഭക്ഷണ രീതിയാണ് എല്ലാവർക്കും ഉള്ളത്. അതൊന്ന് മാറ്റി ഒരു 5 നേരം 6 നേരമായി കഴിച്ചാലും തെറ്റില്ല. പക്ഷെ കഴിക്കുന്ന ക്വാണ്ടിറ്റി ശ്രദ്ധിക്കാൻ നോക്കില്ല. ഹെവി ലോഡ് ഒരിക്കലും കൊടുക്കരുത്. കാരണം അവരുടെ ബോഡിക്ക് അതിന് മാത്രം ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്ത് ബ്ലഡ് ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലാത്ത കാരണമാണ് നമ്മൾ ഹെവി ലോഡ് കൊടുക്കരുതെന്ന് പറയുന്നത്. പിന്നെ സമയത്തിന് ഭക്ഷണം കഴിക്കാൻ നോക്കണം. ഷുഗർ കൂടാനും പാടില്ല, പിന്നെ ഷുഗർ കുറയാനും പാടില്ല. കൺട്രോൾ ചെയ്യുന്നുണ്ട്. കാരണം വലിയുള്ള പ്രശ്നങ്ങളൊന്നും എല്ലാവരും പറയുന്നത് കോംപ്ലിക്കേഷൻസ് കണ്ടിന്യൂ ഹാർട്ടിനൊക്കെ പറ്റി. പക്ഷെ കുറഞ്ഞു പോയുള്ള പ്രശ്നം ശ്രദ്ധിക്കാതെ പോയി പിന്നെ അത് കോമ വരെ എത്തി മരണം വരെ സംഭവിക്കും. ഏറ്റവും ഡേഞ്ചറാണ് ഷുഗർ കമ്മിയായി പോകുന്നത്. അപ്പോൾ ഷുഗർ കമ്മിയാവാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ നമ്മൾ സമയത്തിന് ഭക്ഷണം കഴിക്കാതിരിക്കുക, ഓവറായിട്ട് എക്സസൈസ് അല്ലെങ്കിൽ വേറെ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആയി പോവുക, അങ്ങനത്തെ ഒരു മെഡിസിൻ കൂടുതലായിട്ട് എടുക്കുക. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഷുഗർ ഡൗൺ ആയി പോകുന്ന അവസ്ഥ വരുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയത്തിന് ഭക്ഷണം കഴിക്കാൻ നോക്കണം. ഒരിക്കലും പൊതുവെ എന്താണ് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക. ഇപ്പോൾ 10 മണി മരുന്നൊക്കെ കഴിക്കും, മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ 10 മണിക്ക് 10:30 രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അങ്ങനെയൊന്നും പാടില്ല. ഒരു ടൈം കീപ്പ് ചെയ്യാൻ നോക്കാം. ജസ്റ്റ് എന്താ ഒരു 8 മണി 8:30 രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അത് മസ്റ്റായിട്ട് എടുക്കാൻ നോക്കാം. ഒരിക്കലും ഒരു 9 മണി 9:30 ആവാൻ നിൽക്കരുത്. ഒന്നാമത് നമ്മൾ വിശന്ന് കഴിക്കുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് അളവ് നിയന്ത്രിക്കാൻ പറ്റും. ഞാനൊരു 3 ഇഡ്ഡലി എന്ന് പറയുമ്പോൾ ഒരു 9 മണിക്ക് കഴിക്കുന്ന ഒരു 8 മണിക്ക് നമ്മൾ ഒരു നിയന്ത്രിക്കാൻ പറ്റും. പക്ഷേ 9:30 10 മണിയാകുമ്പോൾ ഉറപ്പായിട്ട് അവർക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. അറിയാതെ വിശപ്പിൻ്റെ അളവനുസരിച്ച് നമ്മൾ ക്വാണ്ടിറ്റി നമ്മളെ അറിയാതെ കൂടുതൽ കഴിച്ചു കഴിക്കും. അപ്പോൾ അവിടെ ആ നിയന്ത്രണം പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥ വരാതിരിക്കാൻ നോക്കുക. സമയത്തിന് ഭക്ഷണം കഴിക്കാൻ നോക്കുക. ഞാൻ ഒരു ചിട്ടയായ രീതി പാലിക്കേണ്ടതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ജസ്റ്റ് രാവിലെ ചായയോ കാപ്പിയോ പാൽ എന്താണെന്ന് മധുരാതെ കഴിച്ചു ഒരു 8 മണി 8:30 രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അത് ഇഡ്ഡലി ആയാലും ദോശയായാലും ചപ്പാത്തിയോ പുട്ടോ ഉപ്പാണോ എന്ത് കഴിച്ചാൽ കഴിച്ചു. പക്ഷെ അളവ് കുറഞ്ഞേക്ക് ഒരു 3 ഇഡ്ഡലി 3 ദോശ ഒരളവില്ല ആ ഒരളവിൽ കഴിച്ചാൽ മതി. പക്ഷെ അങ്ങനെ കഴിക്കുന്ന സമയത്ത് ഇടയിൽ വല്ലതും കഴിക്കുന്നത് ഉറപ്പുവരുത്തണം. ഒരു 3 ഇഡ്ഡലിയും കഴിച്ച് 1 മണി വരെ ഒരാൾക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോഴാണ് ഷുഗർ ഡൗൺ ആവുന്ന പ്രശ്നം. ഷുഗർ ഡൗൺ ആകുമ്പോഴുള്ള സിംറ്റംസ് എന്തൊക്കെയാണെന്ന് അറിയുമോ? ഒരാൾക്ക് ഷുഗർ ഡൗൺ ആയി പോകുമ്പോൾ എന്തൊക്കെയാണ് കാണിക്കുക? വേർക്കും, കൈകാല വരയില് കണ്ടു മങ്ങാത്താല് ചുറ്റ, ശരീരം ക്ഷീണം, വേർപ്പാനൊക്കെ തോന്നും. അപ്പം അങ്ങനെ വല്ലതും കാണിച്ചാൽ അപ്പോൾ വേഗം എന്താ ചെയ്യാം? പഞ്ചസാരയും മിഠായി എടുത്ത് പഠിക്കാം. നോർമലായിട്ട് ഭക്ഷണം കഴിക്കാനൊക്കെ ചെയ്യും. പക്ഷെ ആ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ നോക്കാനുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം വഴിയിൽ പോകുമ്പോൾ വന്ന് അവിടെ പോക്കറ്റിൽ മിഠായി ഇല്ല എന്നൊക്കെ വരുമ്പോൾ ജസ്റ്റ് അവിടെ പഞ്ചസാര കിട്ടാനുള്ള ബുദ്ധിമുട്ട്. കൂടെ നടക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവണം ഷുഗർ ഡൗൺ ആയിട്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നത്. ചിലപ്പോൾ അത് അറിഞ്ഞൊന്നും വരില്ല. അപ്പോൾ നമ്മൾ അങ്ങനത്തേക്ക് റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സമയത്തിന് ഭക്ഷണം കഴിക്കാൻ നോക്കാന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ കയ്യിൽ എന്തായാലും എവിടെ പോകുമ്പോഴും കയ്യിലൊരു മിഠായോ അല്ലെങ്കിൽ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റോ ഒരു പഴോ കയ്യിൽ വെക്കാൻ നോക്കും. ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഒരു മീറ്റിങ്ങിൽ
പോകണം. ഇപ്പോൾ മീറ്റിംഗ് ആയി പറയാം 12 മണിക്ക് മീറ്റിംഗ് തുടങ്ങിയ 2 മണിക്ക് കഴിയുമെന്ന് സ്വയം മനസ്സിലാകുന്നുണ്ടെങ്കിൽ ആ മീറ്റിംഗിൽ പോകണമെങ്കിൽ നമ്മൾ ലൈറ്റ് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാൻ നോക്കുക. അതാണ് നമ്മുടെ ഭാഗത്തുള്ള റോൾ. പേഷ്യൻ്റെ റോളിൻ്റെ ഉദ്ദേശിക്കുന്നത് അതാണ്. നമുക്ക് സ്വയം നമ്മൾ മനസ്സിലാക്കി എടുക്കാൻ നോക്കുക. ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ എല്ലാ വിധ ഭക്ഷണം കിട്ടും അല്ലേ? അവിടെ നമ്മുടെ ചോയ്സാണ്, നമ്മുടെ ഹെൽത്തിന് പറ്റിയത് ഏതാണ് തിരഞ്ഞെടുക്കുന്നത്, അത് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ ഇടനേരത്ത് എന്തെങ്കിലും ലൈറ്റായിട്ട് ചായ ആയാലും കുഴപ്പമില്ല, കാപ്പിയോ വെള്ളമോ പാലും വെള്ളം അല്ലെങ്കിൽ ബിസ്ക്കറ്റ് ആകുമ്പോൾ മാരി ബിസ്ക്കറ്റ് ബ്രിട്ടാനിയുടെ അരോട്ട് ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ഷുഗർ ഫ്രീ ബിസ്ക്കറ്റ് അങ്ങനത്തെ ഫുഡ് ചെയ്യുക. റസ്ക് കഴിക്കാം, ബ്രെഡ് കഴിക്കാം, അല്ലെങ്കിൽ സാലഡ്സോ അതല്ലെങ്കിൽ പയർ മുളപ്പിച്ചിട്ട് വേവിച്ചിട്ട് അല്ലെങ്കിൽ ഓട്സ് അല്ലെങ്കിൽ കോറയ്ക്ക് ഇടനേരത്തെ ഭക്ഷണമായിട്ട് എടുക്കാൻ നോക്കുക. ജസ്റ്റ് 2 ടീസ്പൂൺ മതി, അതിൽ കൂടുതലുണ്ട് നല്ലോണം കുത്തി കട്ടി പോലെ ആക്കിയിട്ട് 10 സ്നാക്ക് പോലെ എടുക്കാൻ നോക്കുക. ഇത്രയും ഓപ്ഷൻസ് അല്ലാതെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു വെറൈറ്റി കൊണ്ടുവരാം. ഡെയിലി ചായയും ബിസ്ക്കറ്റ് കഴിക്കുമ്പോഴും മടുപ്പ് വരും. അപ്പോൾ അത് മാറാനും പിന്നെ ഓരോന്നിനും വേണ്ട ന്യൂട്രിയൻസ് നമുക്ക് ഓരോ ദിവസം ഓരോ നൽകുമ്പോൾ കിട്ടും. അതല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് കഴിക്കണം നേരത്തെ ഭക്ഷണമായിട്ട്. പ്രമേഹ രോഗി പഴങ്ങൾ കഴിക്കാൻ പാടുള്ളൂ. എങ്ങനെയാ? പാടില്ല എന്നാ പറയുന്നത് അല്ലേ? അങ്ങനെയില്ല, കഴിക്കാം. പക്ഷെ അത് കൺട്രോൾ ഉണ്ടെങ്കിൽ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഷുഗർ കൂടുതലുള്ള അവസ്ഥയിൽ അവർ ഫ്രൂട്ട്സ് ഒഴിവാക്കണമെങ്കിൽ പ്രത്യേകിച്ച് ഈ മാങ്ങ, ചക്ക, ഗ്രേപ്സ്, നേന്ത്രപ്പഴം, സപ്പോട്ട, പൈനാപ്പിൾ അങ്ങനത്തെ ഒന്നും കഴിക്കരുത്. അത് ഒഴിവാക്കണമെങ്കിൽ ബെറ്റർ. അത് കംപ്ലീറ്റ് ആയിട്ട് മറക്കാൻ നിൽക്കുക. കഴിക്കുന്നുണ്ടെങ്കിൽ റോബസ്റ്റ പഴമില്ലേ, പച്ചമരം പഴം, അത് ഓറഞ്ച്, ആപ്പിൾ, പേരക്ക, കൊയ്യക്ക എന്ന് പറയുന്നത്, പിന്നെ പപ്പായ, അതൊക്കെ കഴിക്കാം. മൂസമ്പി അതൊക്കെ കഴിക്കാം. പക്ഷെ അത് ഒരെണ്ണം ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ഒരു ദിവസം ഏതെങ്കിലും ഒരെണ്ണം, അതിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല. അതും ഞാൻ പ്രത്യേകം പറഞ്ഞ ഷുഗർ കൺട്രോൾ ഉണ്ടെങ്കിൽ മാത്രം കഴിച്ചാൽ മതി. കൂടുതലുള്ള അവസ്ഥയിൽ അത് ഒഴിവാക്കാം. പിന്നെ അത് കഴിക്കേണ്ടത് ഒരിക്കലും ഭക്ഷണത്തിൻ്റെ ഒപ്പം കഴിക്കരുത്. വേറൊരു നമ്മുടെ ഒരു ജീവിതശൈലിയാണ് എന്താണ്, രാത്രി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു പഴം എടുത്ത് കഴിക്കും അല്ലെ? കഴിക്കുന്നത് 5-6 ഇഡ്ഡലി കഴിക്കും, അതിൻ്റെ ഒരു പഴം എടുത്ത് കഴിക്കും. അതാണ് ഹെവി ലോഡ് ഉദ്ദേശിക്കുന്നത്. അത് വേണ്ട. ഒരു 3 ഇഡ്ഡലി കഴിച്ച് കഴിഞ്ഞ് ഒരു ഇടയത്തെ സ്നാക്ക് ആയിട്ട് വേണം ഒരു പഴം എടുക്കാൻ. അത് കൺട്രോൾ ഉണ്ടെങ്കിൽ മാത്രം. അപ്പം ഇങ്ങനെ ഓരോ ദിവസം ഓരോന്നായിട്ട് കൊടുക്കും. നമ്മൾ ഓഫീസിൽ പോകുമ്പോൾ നമുക്ക് ഒരിക്കലും സാലഡോ അതിനൊന്നും കഴിക്കാൻ പറ്റിയെന്നേ വരില്ല. അപ്പോൾ അവിടെ നമുക്ക് എന്താ സൗകര്യം? ഇപ്പോൾ അവിടെ വട ബജി പോട്ടേക്കും ഡെയിലി കിട്ടും. അപ്പം അങ്ങനത്തെ ഒരു കേസിൽ നമ്മുടെ ഓഫീസിൽ ടേബിളിൽ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങി വെച്ചാൽ മതി. ചായയുടെ ഒപ്പം 4 ബിസ്ക്കറ്റ് 3 ബിസ്ക്കറ്റ് എടുത്ത് കഴിക്കാൻ നോക്കാം. അതൊക്കെ നമ്മുടെ ഭാഗത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഉച്ചയ്ക്ക് ഒരു നേരം മാത്രം ചോറാക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. നല്ലോണം പച്ചക്കറി, പയർ, ചീര, മുരിങ്ങ അങ്ങനത്തെ എടുക്കാൻ നോക്കാം. കിഴങ്ങ് അധികം വേണ്ട. ഈ ഉരുളക്കിഴങ്ങ്, കപ്പ, ചേമ്പ് അങ്ങനത്തെ കഴിക്കുന്നതിന് വല്ലപ്പോഴും കാണിച്ചാൽ ക്യാരറ്റ് ഉപയോഗിച്ച് ചെയ്യുന്ന അങ്ങനത്തെ വേറെ വെജിറ്റബിൾസ് മിക്സ് ചെയ്ത് കഴിക്കുന്നത് ശരിക്കില്ല. അതിനൊപ്പം തേങ്ങയുടെ ഉപയോഗം കമ്മിയാക്കാൻ ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം തേങ്ങയുടെ ഉപയോഗം. പിന്നെ വെളിച്ചെണ്ണ, പാം ഓയിൽ, അതിന് പകരം കടലെണ്ണ, നല്ലെണ്ണ, സൺഫ്ലവർ ഓയിൽ അങ്ങനത്തെ യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ ഉപയോഗവും അധികം പോകരുത്. ഞാൻ എണ്ണ യൂസ് ചെയ്യാൻ പറഞ്ഞാലും ധാരാളമായിട്ട് യൂസ് ചെയ്യാൻ പറയുന്നില്ല. പക്ഷേ അത് അളവ് കമ്മിയാക്കിയിട്ട് യൂസ് ചെയ്യാൻ നോക്കുക. ഒരു മാസം ഒരാൾ ഒരു 1/2 ലിറ്ററിൽ കൂടുതൽ പോവാതിരിക്കാൻ ശ്രമിക്കും. ഒരാൾ ഒരു ദിവസം ഒരു മാസം ഒരാൾ 1/2 ലിറ്റർ കൂടുതൽ എണ്ണ യൂസ് ചെയ്തിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വൈകിട്ട് എന്തെങ്കിലും ലൈറ്റായിട്ട് സ്നാക്സ് കഴിക്കുന്നത് നല്ലതായിരിക്കും. രാത്രി പലഹാരമായിട്ട് തന്നെ പ്രിഫർ ചെയ്യുന്നത്. ഇഡ്ഡലിയോ ദോശയോ ചപ്പാത്തി തന്നെയേക്കാളും നല്ലത് പലഹാരമായിട്ട്. അതിന് ഗോതമ്പിൻ്റെ നിർബന്ധം വേണം. ഇഷ്ടമുള്ളത് കഴിച്ചിട്ട് പക്ഷേ കിടക്കാൻ നേരത്ത് ഒരു ഗ്ലാസ് പാലും വെള്ളം മസ്റ്റാണ്. അത് മുടക്കരുത്. പാലും വെള്ളം അല്ലെങ്കിൽ ഒരു പഴം കൺട്രോൾ അടിച്ചത് അങ്ങനെ കഴിച്ച് കിടക്കാൻ നോക്കുക. പിന്നെ ഈ എണ്ണ പലഹാരങ്ങൾ, വറുത്തത്, പൊരിച്ചത്, ബേക്കറി ഐറ്റംസ് അങ്ങനത്തെ ഒഴിവാക്കാൻ നോക്കുക. നോൺ വെജ് കഴിക്കുന്നവരുണ്ടാവും ഉണ്ടാവില്ല. ഇവിടെ നോൺ വെജ് കഴിക്കുന്നുണ്ടെങ്കിലും കോഴിയോ മീനോ പ്രിഫർ ചെയ്താൽ മതി. റെഡ് മീൻസ് എന്ന് പറയുന്ന മട്ടൺ, ബീഫ്, പോർക്ക് അങ്ങനത്തെ ഉപേക്ഷിക്കാൻ നോക്കുക. കോഴിയോ മീനോ കഴിക്കുന്നെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് കറി വെച്ചിട്ട് കഴിക്കാൻ നോക്കുക. ഒരിക്കലും വറുത്ത് വെച്ചിട്ട് അത് വേണ്ട. കറി വയ്ക്കുമ്പോൾ തന്നെ തേങ്ങയൊക്കെ അധികം കമ്മിയാക്കിയിട്ട് തേങ്ങ ഇല്ലാതെ കറി വയ്ക്കണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. അങ്ങനത്തേക്ക് ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് വേണ്ടത്. അതിനൊപ്പം തന്നെ വ്യായാമം, ഈ ഭക്ഷണവും വ്യായാമം ഒരുമിച്ച് കൊണ്ടുപോയാൽ മാത്രമേ എനിക്ക് ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്തെടുക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രീ ഡയബറ്റീസ് സ്റ്റേജിൽ നിന്നൊരു അവസ്ഥ വരുന്നുണ്ട്. കാരണം ആദ്യമേ ഡിറ്റക്ട് ചെയ്യുന്നത് നമുക്ക് മരുന്നിൻ്റെ ആ ഒരു സ്റ്റേജിൽ നമുക്ക് ഭക്ഷണവും ഭക്ഷണവും എക്സസൈസും മതി കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. മരുന്നിലേക്ക് പോണ്ടി വരുന്നില്ല. പ്രമേഹം വരുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ്. ആ ഒരു ടൈം നമ്മൾ മാക്സിമം ഭക്ഷണത്തിലൂടെ ശ്രദ്ധിച്ചു പോയി വ്യായാമത്തിൽ കൊണ്ടുപോയി നമ്മൾ മരുന്നിലേക്ക് പോകുന്ന ആ ടൈം നമുക്ക് നീട്ടിക്കൊണ്ടു പോകാം. നാളെ പോകുന്നതുള്ളത് കാണിച്ച് നമുക്ക് 10 ദിവസം കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിട്ടോ ആ രീതിയിൽ പോകണം. ഇനി കോംപ്ലിക്കേഷൻസ് അതുപോലെ തന്നെ നമ്മൾ എത്രത്തോളം കൺട്രോൾ ചെയ്യണം അതുപോലെ നമ്മൾ കൺട്രോൾ ചെയ്തിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 5 വർഷത്തിനുള്ള കോംപ്ലിക്കേഷൻ വരുന്നുള്ളത് ചിലപ്പോൾ അതിന് നേരത്തെ ഇതാക്കും. നമ്മൾ നല്ലോണം ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാൽ 10 കൊല്ലം കഴിഞ്ഞാലും 15 കൊല്ലം 20 കൊല്ലം കഴിഞ്ഞാൽ യാതൊരു പ്രോബ്ലം ഇല്ലാതെ നമുക്ക് നടക്കാൻ പറ്റും. നമ്മൾ ഡയബറ്റീസ് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന അവസ്ഥയിൽ എത്തരുത്. നമ്മൾ മാക്സിമം മുന്നിട്ട് ഇറങ്ങി റെഗുലറായിട്ട് ചെക്കപ്പ് നടത്തി ഭക്ഷണം നിയന്ത്രിച്ച് വ്യായാമം നിർമ്മിച്ചുകൊണ്ട് സ്ട്രെസ് എല്ലാം മാനേജ് ചെയ്തുകൊണ്ടിരുന്ന ഡയബറ്റീസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഭക്ഷണത്തിന് എന്തെങ്കിലും ഡൗട്ട് വേണമെങ്കിൽ
അത് ഡൈജഷൻ നടക്കുന്ന ടൈം ഇത്തിരി മെല്ലെയാണ്. അതുകൊണ്ടാണ് എല്ലാവരും ഈ ഗോതമ്പ് പ്രിഫർ ചെയ്യണോ കഴിക്കൂ പറയാൻ കാരണം. പക്ഷേ തരുന്ന കാലറി, തരുന്ന ഊർജ്ജം വന്നിട്ട് സെയിം ആണ്. അരിയായാലും ഗോതമ്പായാലും കോറയിൽ നിന്ന് കിട്ടുന്ന കാലറി ഏകദേശം സെയിം ആണ്, വ്യത്യാസം ഇല്ല അതിൽ. നമുക്ക് കഴിക്കുന്ന അളവ് ശ്രദ്ധിച്ചാൽ മതി എന്നേ ഉള്ളൂ. വേറെ എന്തെങ്കിലും സംശയം? ഷുഗർ ഫ്രീ യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഷുഗറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ല, അതിനുള്ള ആസക്തി നമുക്ക് മാറുന്നില്ല. ഇപ്പോൾ പഞ്ചസാര നമ്മൾ ഒഴിവാക്കി ശരിയാണ്, പക്ഷെ നമ്മൾ അവിടെ വീണ്ടും അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഷുഗർ ഫ്രീ ടാബ്ലറ്റ് നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരിക്കലും ആ മധുരത്തിൽ നിന്ന് വിട്ടുപോകാനുള്ളൊരു എന്താ പറയുക, അത് മാറുന്നില്ല. നമുക്ക് വീണ്ടും മധുരത്തെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. നമ്മൾ ഒരാഴ്ചത്തെ ബുദ്ധിമുട്ടേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കുക, ഒരാഴ്ചത്തേക്ക് ചായയിൽ മധുരം ഇടാതെ കഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് മധുരത്തെ തന്നപ്പോൾ നമുക്ക് ആ ടേസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കുറച്ച് ഒരാഴ്ചത്തെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ഷുഗർ ഫ്രീ മാക്സിമം യൂസ് ചെയ്യാതിരിക്കണതായിരിക്കും നല്ലത്. പിന്നെ ഒക്കേഷണലി നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും പായസം കഴിക്കണം തോന്നി, അല്ലെങ്കിൽ എന്തെങ്കിലും സ്വീറ്റ്സ് കഴിക്കണം തോന്നി വേണമെച്ചാൽ ഇതിൻ്റെ പൗഡേഴ്സ് കിട്ടും, അത് വെച്ചിട്ട് ഉണ്ടാക്കാം. വല്ലപ്പോഴും മാസത്തിൽ ഒരിക്കലോ ഇതിൻ്റെ ഷുഗർ ഫ്രീ നമുക്ക് അതിൻ്റെയൊക്കെ ഓരോ പൗഡർ കിട്ടും, പഞ്ചസാര പോലത്തെ പൗഡർ പാക്കറ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് വെച്ചാൽ പായസം ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് പായസം കഴിക്കാൻ ആഗ്രഹവും വരും, അങ്ങനെ ഷുഗറിൻ്റെ വലിയൊരു റൈസ് ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനത്തെ വാങ്ങിച്ചാൽ ചെയ്യാം. പക്ഷേ എന്നും അത് ഡിപ്പെൻഡ് ചെയ്യാതിരിക്കണമായിരിക്കും നല്ലത്. ചായ കാപ്പിയിലേക്ക് അത് യൂസ് ചെയ്യാതിരിക്കണമായിരിക്കും ഏറ്റവും ബെസ്റ്റ്.